ഹായ് ഗൈസ്, അവർ കാർലേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ടെക് വീഡിയോയുമായിട്ടാണ്. iLife എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു റോബോട്ടിക് വാക്വം ക്ലീനർ ആൻഡ് മോപ്പാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ കയ്യിലുള്ള മോഡലിൻ്റെ പേര് iLife V3S Max എന്നാണ്. ഇത് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് iLifeൻ്റെ റോബോട്ടിക് വാക്വം ക്ലീനർ ആൻഡ് മോപ്പും പിന്നെ ബാക്കി കുറച്ച് ആക്സസറീസുമാണ്. അപ്പോൾ ഇതാണ് ആ മോപ്പിൻ്റെ മെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ലിഡ് മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് തുറന്നു കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലീനിങ് ബ്രഷും അതിൻ്റെ ഒരു ഡസ്റ്റ് ബോക്സും കാണാം. ആ ഡസ്റ്റ് ബോക്സ് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു ബോക്സാണ്. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്. ആ മോപ്പും അതിൻ്റെ ബ്രഷസും എല്ലാം അവിടെയാണ് വരുന്നത്. ഇത് എക്സ്ട്രാ ബ്രഷസും ആ ഒരു ഫിൽറ്ററുമാണ്. ഈ കാണുന്നതിൻ്റെ ചാർജിങ് ഡോക്കും ഇത് അതിൻ്റെ റിമോട്ടുമാണ്. ഇത് ആ ചാർജിങ് ഡോക്കിനെ നമുക്ക് നമ്മുടെ AC പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള അഡാപ്റ്ററും ഇത് അതിൻ്റെ ഡസ്റ്റ് ബാഗ്സ് എക്സ്ട്രാ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുമാണ്. ഇതിൻ്റെ വാട്ടർ ടാങ്ക് ഇങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുക. അത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമ്മൾ പൈപ്പിൻ്റെ താഴെ കാണിച്ചാണ് അതിൽ വാട്ടർ ഫില്ല് ചെയ്യേണ്ടത്. ഈ വാട്ടർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മോപ്പിംഗ് ഫംഗ്ഷൻ നടക്കുന്നത്. iLife ഹോം എന്ന് പറയുന്ന ഒരു ആപ്പ് വെച്ചാണ് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. അത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാം. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ID വെച്ച് ലോഗിൻ ചെയ്യുക. എല്ലാ സെറ്റിങ്സിനും അലോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് അവിടെ കണക്റ്റഡ് ആണ്, ഓൺലൈൻ ആണ് എന്ന് കാണാൻ സാധിക്കും. ആ ഓൺലൈൻ ആയി ഇരിക്കുന്ന ആ ഡിവൈസിൽ നിന്നും നമുക്ക് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും ഫംഗ്ഷനിലേക്കും കടക്കാം. ആദ്യം തന്നെ 3 മെത്തേഡ് ഓഫ് വാട്ടർ യൂസേജ് ആണുള്ളത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ക്ലീനിങ് മോഡ്സ് സ്മാർട്ട് ക്ലീനിങ്ങും റാൻഡം ക്ലീനിങ്ങും ഉണ്ട്. അതിലേതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സ്മാർട്ട് ക്ലീനിങ് സെലക്ട് ചെയ്തു. അപ്പോൾ അതിൽ നമുക്ക് ക്ലീനിങ് അലോങ് ദ എഡ്ജസ്, സ്പോട്ട് ക്ലീനിങ്, അതല്ലെങ്കിൽ വെറുതെ ഉള്ള സ്മാർട്ട് ക്ലീനിങ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ സ്പോട്ട് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഡസ്റ്റ് മുഴുവനും അത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ്. ക്ലീനിങ് അലോങ് ദ എഡ്ജസ് എന്ന് പറഞ്ഞാൽ ഒരു റൂമിൻ്റെ കോർണേഴ്സും എഡ്ജസും ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഇതിലെ മറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ സ്കെഡ്യൂൾ ചെയ്യാം. നമ്മുടെ ഇഷ്ടമുള്ള ഒരു സമയത്ത് ഇത് തന്നെത്താനെ പോയി ക്ലീൻ ചെയ്യുന്ന രീതിയിൽ ഇതിനെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ സ്ക്രീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഡ്ജസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റെപ്സിൻ്റെ അവിടെയൊക്കെയുള്ള എഡ്ജസ് ഡിറ്റക്ഷനൊക്കെ വളരെ ഇംപ്രൂവ്ഡ് ആണ് ഇതിൽ. അതുകൊണ്ട് ഇത് താഴെ വീണ് പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. വളരെ നന്നായി തന്നെ ആ എഡ്ജ് ഡിറ്റക്ഷൻ അത് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ക്ലീനിങ് ഹിസ്റ്ററിയിലേക്ക് പോയാൽ നമുക്ക് എപ്പോഴൊക്കെ അത് ക്ലീൻ ചെയ്തിട്ടുള്ളതെന്ന് കാണാം. സക്ഷൻ പവർ നമുക്ക് 1% മുതൽ 100% വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ച് ഡസ്റ്റ് ഇട്ട് കൊടുത്ത് നോക്കിയാൽ അറിയാം അത് നന്നായിട്ട് അത്യാവശ്യം വലിച്ചെടുക്കുന്നുണ്ട്. മെയിൻ്റനൻസിൻ്റെ കാര്യവും നമ്മളിപ്പോൾ കണ്ടു സ്ക്രീനിൽ. ക്ലീനിങ് ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മീറ്റർ സ്ക്വയർഡ് എത്ര സമയം കൊണ്ട് ക്ലീൻ ചെയ്തു എന്നുള്ളതും എപ്പോഴൊക്കെയാണ് ക്ലീൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫേംവെയർ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൽ ഉള്ള വേറൊരു ഫീച്ചർ ഇതിനെ നമുക്ക് ഗൂഗിൾ ഹോം വഴിയും നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ തന്നെ നമുക്കതിൽ ഓട്ടോമേഷൻസും റെഡിയാക്കി വെക്കാൻ പറ്റും. അത്യാവശ്യം വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഡിവൈസ് എല്ലാ ഏരിയയും ക്ലീൻ ചെയ്യുന്നുണ്ട്. മോപ്പിംഗ് ആയാലും വാക്വമിംഗ് ആയാലും എല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് more than 2 weeks ആയി ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. പിന്നെ ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ റീചാർജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അതിൻ്റെ ചാർജിങ് ഡോക്കിലേക്ക് തന്നെ പോയി ഇരുന്ന് ഡോക്ക് ചെയ്ത് ചാർജ് ചെയ്യും എന്നുള്ളതാണ് വേറൊരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ.